Allahu 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 Allah. Assalamu alaikum warahmatullah. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in, amma ba'd. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ കുറഞ്ഞ ഭാഗങ്ങൾ കൂടി മസലപരമായി വിവരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ കൂടെ ഒരു 3 തവണയെങ്കിലും ആവർത്തിച്ച് കേട്ടാൽ എല്ലാ ദിവസവും നാം നിർബന്ധമായി 5 നേരം ചെയ്യേണ്ട നമസ്കാരവുമായി ബന്ധപ്പെട്ട അറിവുകൾ നമുക്ക് വർദ്ധിപ്പിക്കാം. സഹുവിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട കാര്യമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ മുമ്പ് 43 ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, ഈ ചാനലിൽ ഉണ്ട്. അത് കേൾക്കാത്തവർ ആ 43 ഭാഗങ്ങളും കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. ഇത് 44ാമത്തെ ഭാഗമാണ്. ജമാഅത്തായി നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ 2 മസ്അലകൾ പറയുന്നത്. ഒരാൾ ഇമാമിനെ റുകൂഇൽ എത്തിച്ചാൽ 1ാമത്തെ റക്അത്തിലെ റുകൂഇലാണ് ഇമാമുള്ളത്. പള്ളിയിലോ വീട്ടിലോ മദ്രസയിലോ അതല്ലെങ്കിൽ ഈദ്ഗാഹിലോ എവിടെ വെച്ചാണെങ്കിലും 1ാമത്തെ റക്അത്തിലെ റുകൂഇലാണ് ഇമാമുള്ളത്. ആ സമയത്ത് ഇമാമിനോട് തുടർന്നു തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്ത് വെച്ചു, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു അവൻ റുകൂഇലേക്ക് പോയി. ഇതാണല്ലോ അപ്പോൾ ചെയ്യേണ്ടത്. അങ്ങനെ തുടർന്ന വ്യക്തിക്ക് ഒരു സംശയമുണ്ടായി. എന്താണ് സംശയം? അൽ അദ്റക റുകൂഅ മഅഹു അം ലാ, ഇമാമിന്റെ കൂടെ ഇപ്പോൾ എനിക്ക് റുകൂ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നാണ് സംശയം. ഇയാൾ റുകൂയിലേക്ക് പോയ ഉടനെ തന്നെ ഇമാമ അല്ലാഹു സമീഅല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറഞ്ഞ് റുകൂയിൽ നിന്ന് ഉയർന്നു. അപ്പോൾ ഇയാൾക്കുള്ള സംശയം, എനിക്ക് ഇമാമിന്റെ കൂടെ ഒരു മജ്സിയായ മതിയായ റുകൂ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, അതാണ് സംശയം. ഇങ്ങനെ സംശയം വന്നാൽ അയാൾ ഇമാമു സലാം വീട്ടിയതിന് ശേഷം ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം എന്നതാണ് നിയമം, മസ്അല. ആ ഒരു റക്അത്തിന് ശേഷം, ആ ഒരു റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം അവസാനം അത്തഹിയ്യാത്ത് ഓതി, അത്തഹിയ്യാത്ത് പൂർത്തിയാകുന്ന സമയത്ത് സഹ്വിന് വേണ്ടി സുജൂദ് ചെയ്യണം. കാരണം സഹ്വിന് വേണ്ടി സുജൂദ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം, അദ്ദേഹം സ്വന്തമായി ഒരു റക്അത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ കൊണ്ടുവന്ന റക്അത്ത് സായിദയാവാൻ സാധ്യതയുമുണ്ട്. അപ്പൊ സായിദയാവാൻ പറഞ്ഞാൽ അധികമാവാൻ സാധ്യതയുണ്ട്. ഇയാൾ തുടർന്ന് നമസ്കാരം 2 റക്അത്തുള്ള നമസ്കാരമാണെന്ന് സങ്കല്പിക്കുക. സുബ്ഹി നിസ്കരിക്കുന്ന സമയത്താണ് ഇയാൾ വന്ന് തുടർന്നത്. അങ്ങനെ തുടർന്ന സമയത്ത് ഇയാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുകൂയിലേക്ക് പോയ ഉടനെ തന്നെ ഇമാമു സമീഅല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറഞ്ഞ് റുകൂയിൽ നിന്ന് ഉയർന്നു. ഇപ്പോൾ ഇയാൾക്ക് സംശയം വന്നിരിക്കുകയാണ്, എനിക്ക് ഈ റുകൂ കിട്ടിയോ ഇല്ലേ. ഈ റുകൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പൂർണ്ണമായി സുബ്ഹി ലഭിച്ചു. അപ്പൊ 2 റക്അത്തുണ്ട്. ഈ റുകൂ കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് 1 റക്അത്താണുള്ളത്. അപ്പോൾ ഇങ്ങനെ സംശയിക്കുന്ന ആള്
ഒരു റക്അത്ത് ഇമാമു സലാം വീട്ടിയതിനു ശേഷം നിസ്കരിക്കുകയും സഹുവിന്റെ സുജൂദ് ചെയ്യുകയും വേണം എന്നതാണ് മസ്അല. ഇത് നമ്മുടെ നിസ്കാരത്തിൽ പല സമയങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. എനിക്ക് ഇപ്പോൾ റക്അത്ത് കിട്ടിയോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു റക്അത്ത് കിട്ടണമെങ്കിൽ ഇമാമിന്റെ കൂടെ നാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, ഇമാമിന്റെ കൂടെ നാം റുക്കൂ ചെയ്ത് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയമെങ്കിലും ഇമാം റുക്കൂയിൽ ഉള്ളപ്പോൾ നാം റുക്കൂ ചെയ്യണം. അപ്പോൾ മാത്രമാണ് റക്അത്ത് കിട്ടുക. ഇല്ലെങ്കിൽ റക്അത്ത് കിട്ടുകയില്ല. കാരണം ഫാത്തിഹ ഓതിയിട്ടില്ല. അപ്പൊ ഫാത്തിഹ ഓതാതെ നമ്മുടെ ഫാത്തിഹ ചുമക്കുന്നത് ഇമാമാണ്. അതുകൊണ്ടാണ് ഇമാമിന്റെ കൂടെ റക്അത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് ആ റുക്കൂ നമുക്ക് ലഭിച്ചോ ഇല്ലേ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. ആ റുക്കൂ ലഭിച്ചിട്ടുണ്ടെങ്കിൽ റക്അത്ത് ലഭിച്ചു, ഇല്ലെങ്കിൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് റക്അത്ത് നിസ്കരിക്കുകയും സഹുവിന്റെ സുജൂദ് ചെയ്യുകയും വേണം. അപ്പോൾ സ്വന്തമായി ഒരു റക്അത്ത് നിസ്കരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലെങ്കിൽ അതെങ്ങനെ? ഒരാൾ 3 റക്അത്തുള്ള ഒരു നിസ്കാരമാണ് നിസ്കരിക്കുന്നത്. ഉദാഹരണത്തിന് മഗ്രിബ്, ഇമാമ് നിസ്കരിക്കുന്നത് 4 റക്അത്തുള്ള ഒരു നിസ്കാരമാണ്. ഇമാമ് 4 റക്അത്തുള്ള ഒരു നിസ്കാരം, ഉദാഹരണത്തിന് ഇശാ നിസ്കരിക്കുന്ന ഇമാമിനെ പോയി മഗ്രിബ് നിസ്കരിക്കുന്ന ആള് തുടർന്നു. അങ്ങനെ തുടർന്നപ്പോൾ ആദ്യത്തെ റക്അത്ത് കിട്ടിയോ ഇല്ലയോ എന്ന് അയാൾക്ക് സംശയമുണ്ടായി. എന്നാൽ അയാൾ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം. പക്ഷെ ഇമാമ് ഇശാ ആയതുകൊണ്ട് ഇമാമ് 4ാമത്തെ റക്അത്തോടെ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഈ സംശയം ഉണ്ടായത് കാരണം എനിക്ക് എന്തായാലും ഒരു റക്അത്ത് കൂടി വേണമല്ലോ എന്ന നിലയ്ക്ക് ഇമാമിന്റെ കൂടെ 4ാമത്തെ റക്അത്ത് നിസ്കരിച്ചാൽ അയാൾ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അയാളുടെ സഹുവിന്റെ സുജൂദ് അത് ഇമാമ് വഹിക്കുന്നതാണ്. കാരണം ഇമാമിന്റെ കൂടെയുള്ള സമയത്താണ് അയാളുടെ ഈ റക്അത്ത് അയാൾ സ്വന്തമായി അല്ല നിസ്കരിക്കുന്നത്. അതുകൊണ്ട് സഹുവിന്റെ സുജൂദ് ഇമാമ് വഹിക്കും എന്നാണ്. ഇതാണ് ഒരു മസ്അല. രണ്ടാമത്തെ ഒരു മസ്അല, ഒരാൾ അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് സംശയം. എന്താണ് സംശയം? ഞാനിപ്പോ ഈ ഓതിക്കൊണ്ടിരിക്കുന്ന തഹിയാത്ത് ആദ്യത്തെ തഹിയാത്ത് ആണോ അതോ രണ്ടാമത്തെ തഹിയാത്ത് ആണോ എന്നാണ് സംശയം. ഇങ്ങനെ സംശയം വരൂലേ? വരും. എല്ലാ രീതിയിലുള്ള സംശയം നിസ്കാരത്തിലുണ്ടാവും. കാരണം പിശാച് എന്തിനൊക്കെ പറ്റും എന്നുള്ളത് ശ്രമിച്ചിട്ട് അവസാനം പരാജയപ്പെടുമ്പോഴേ അവൻ പോകും. അപ്പൊ ആദ്യത്തെ അത്തഹിയാത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞുകൂടാ. ആ അത്തഹിയാത്തിൽ നിസ്കരിക്കുന്ന ആൾക്ക് സംശയം വന്നു, ഞാനിപ്പോ ഓതുന്നത് ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ എന്ന് സംശയം. എന്നാൽ ആ അത്തഹിയാത്ത് ഓതിത്തീരുന്നതിന് മുമ്പ് തന്നെ അയാളുടെ സംശയം നീങ്ങിയാൽ പിന്നെ സുജൂദ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സഹുവിന്റെ സുജൂദിന്റെ ആവശ്യം ഇല്ല. അതിന്റെ ശേഷമാണ് അയാളുടെ സംശയം നീങ്ങിയത്. അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞു, എന്നിട്ട് അടുത്ത റക്അത്തിലേക്ക് അയാൾ ആ സംശയത്തോടു കൂടെ തന്നെ നിന്നു. അപ്പോഴാണ് അയാളെ സംശയം നീങ്ങിയത്. എന്നാൽ അയാള് സഹുവിന്റെ സുജൂദ് ചെയ്യണം. അപ്പൊ അവിടെ നാം നോക്കേണ്ടതുണ്ട്. ആദ്യത്തെ അത്തഹിയാത്താണ് ഓതിയത് എന്ന് അയാൾ സംശയത്തോടു കൂടെ നിന്നതിന് ശേഷം അയാൾക്ക് ഓർമ്മയായാൽ, അയാൾ നിന്നത് ഓർമ്മയാകുന്നതിന് മുമ്പാണ്, ആ നിൽക്കുക എന്ന പ്രവൃത്തി അധികമാവാൻ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് സഹുവിന്റെ സുജൂദ് ചെയ്യണം. അപ്പോ ഓർമ്മയായത് ആദ്യത്തെ തഹിയ്യാത്താണ് എങ്കിൽ
അയാള് ആ നിന്ന നൃത്തത്തിൽ തന്നെ തുടർന്ന് നിസ്കാരം പൂർത്തിയാക്കണം. ഇനി അയാൾ നിന്നതിന് ശേഷം അയാൾക്ക് ഓർമ്മയായത് ഞാൻ ഓതിയിരുന്നത് അവസാനത്തെ തഹിയാത്താണ് എന്നാണ്, ആദ്യത്തെ തഹിയാത്താണ് എന്നല്ല. എന്നാൽ അയാൾക്ക് പെട്ടെന്ന് ഇരിക്കൽ നിർബന്ധമാണ്. ഇരുന്ന് അയാൾ പിന്നീട് സഹുവിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടുകയാണ് വേണ്ടത്. രണ്ടായിരുന്നാലും ഇവിടെ ഒരു ഖിയാം, ഒരു നൃത്തം വെറുതെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, സംശയത്തിന് അധികമാവാൻ സാധ്യതയുള്ള ഒരു ഖിയാം. അതുകൊണ്ടാണ് സഹുവിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറയുന്നത്. ഇതുപോലെ നിസ്കാരത്തിൽ വരുന്ന അനേകം സംശയങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ഇത് കേട്ട് മനസ്സിലാക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. വിജയികളിൽ അല്ലാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെയും നമ്മുടെ സഹോദരിമാര്, നമ്മളുടെ സഹോദരന്മാർ, നമ്മളുടെ ഭാര്യ, മക്കൾ, അവരെല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി സന്തോഷവും ആഹത്തും നൽകട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നുമൊക്കെ മരണപ്പെട്ടു പോയവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.